പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ നാമം അതിപരിശുദ്ധമായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആമേൻ. ഹാലേലുയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ, ആമേൻ സ്തോത്രം, ആരെങ്കിലും മനസ്സ് തകർന്ന് ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് ഈ വചനം ഒരു ആശ്വാസകരമായി തീരട്ടെ. ദൈവത്തിൻ്റെ വാക്കുകൾ എത്ര മനോഹരവും സന്തോഷകരവും നിറഞ്ഞതാണ് അല്ലേ? ആമേൻ സ്തോത്രം. ഹാലേലുയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആമേൻ. എത്ര സന്തോഷകരമായ വാക്കുകളാണ് കർത്താവ് നമുക്ക് തരുന്നത്. ആമേൻ സ്തോത്രം. ഒരു മനുഷ്യനും നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ആമേൻ. ഒരു മനുഷ്യനും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് കഴിയുകയില്ല. ആമേൻ. ഒരു മനുഷ്യർക്കും ആമേൻ നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ എടുത്തു മാറ്റുവാനായിട്ട് കഴിയുകയില്ല. ആമേൻ. അത് കഴിയുന്നുവെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കുവാനും, ആമേൻ, നമ്മുടെ ഹൃദയത്തിലെ വേദനകളെ അറിയുവാൻ, നമ്മുടെ ഹൃദയത്തിലെ ആഴങ്ങളെ അറിയുന്ന ആ കർത്താവിന് മാത്രമേ നമ്മളെ ആ പ്രതികൂലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം തരുന്ന വചനം, ആമേൻ സ്തോത്രം, അത് എത്ര ആശ്വാസകരമാണ്. ആമേൻ. ഹാലേലുയ. അത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. ആമേൻ സ്തോത്രം. പെറ്റമ്മ മറന്നാലും ഹാലേലുയ മറക്കാത്ത ഒരു കർത്താവ്. ആമേൻ. ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം താൽക്കാലികമാണ് പ്രിയരെ. ആമേൻ സ്തോത്രം. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് യേശു കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. ആമേൻ. അതാണ് കർത്താവ് വചനത്തിൽ പറയുന്നത്. ഭയപ്പെടേണ്ട, ആമേൻ സ്തോത്രം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആമേൻ. നമ്മൾ പല സാഹചര്യങ്ങളും ഭയപ്പെട്ടു പോകും. ആമേൻ. നമ്മൾ പല മേഖലകളിലും നമ്മൾ ഭ്രമിച്ചു പോകും. അത് കർത്താവിന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മളെ ബലപ്പെടുത്തുവാനായിട്ട് ഈ വചനം നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കും, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ സ്നേഹവും പ്രിയരെ എത്ര തന്നെ വർണ്ണിച്ചാലും മതി വരില്ല. ആമേൻ. പല സാഹചര്യങ്ങളും നമ്മൾ ഭയപ്പെട്ടു പോയപ്പോഴും, പല മേഖലകളിലും നമ്മൾ ഭ്രമിച്ചു നോക്കിയപ്പോഴും, ആമേൻ സ്തോത്രം, കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ആമേൻ ഹാലേൽ, നാം ഓരോരുത്തരും ഇന്നും ആമേൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ആമേൻ സ്തോത്രം. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം പകുതി വഴിയിൽ എന്നെ പട്ടുപോകുമായിരുന്നു. ആമേൻ സ്തോത്രം. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ആ കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തികച്ചും അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയരെ, ഞങ്ങളറിഞ്ഞ സ്നേഹത്തെ, ഞങ്ങളറിഞ്ഞ ആമേൻ സ്തോത്രം യേശു കർത്താവിനെ നിങ്ങളും അറിയുക. ആമേൻ. നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരുമാറാകട്ടെ. ആമേൻ സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും, ആമേൻ ഹാലേലുയ, എന്നെ കേൾക്കുവാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, ആമേൻ സ്തോത്രം, എനിക്കൊരു ആശ്വാസം നൽകുവാൻ ആരുമില്ല, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഈ മേഖലയിൽ നിന്നും, ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആരുമില്ലല്ലോ എന്ന് ഭാരപ്പെട്ട്